എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കരാട്ടയിലെ ടാഗ്ഡ് സെനേരിയോ ഔട്ട്ലൈൻ എക്സാമ്പിൾസ് എന്നീ സെക്ഷന്റെ യൂസേജിനെ കുറിച്ചാണ്. ആദ്യമേ നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. ഇൻ ടാഗ്ഡ് സെനേരിയോ ഔട്ട്ലൈൻ വി വിൽ ബി യൂസിംഗ് മൾട്ടിപ്പിൾ എക്സാമ്പിൾ സെക്ഷൻ ദാറ്റ് ഈസ് ടാഗ്. ഡാറ്റ വിൽ ബി പ്രൊവൈഡഡ് ടു സെനേരിയോ ഔട്ട്ലൈൻ സെക്ഷൻ based on the tags given in example section. The tag values can be passed using JUnit and parallel runner and also can be executed using maven command. ടാഗ്ഡ് സെനേരിയോ ഔട്ട്ലൈൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫീച്ചർ ഫയൽ എഴുതും, അതിനകത്തൊരു സെനേരിയോ ഔട്ട്ലൈൻ കാണും. അതിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ എക്സാമ്പിൾ സെക്ഷൻസ് കാണും. ആ മൾട്ടിപ്പിൾ എക്സാമ്പിൾ സെക്ഷനകത്ത് നമ്മൾ ടാഗ്സ് യൂസ് ചെയ്തിട്ട് കാണും. ഈ ടാഗ്സ് യൂസ് ചെയ്ത എക്സാമ്പിൾസ് സെക്ഷനിൽ നിന്നായിരിക്കും ഡാറ്റ സെനേരിയോ ഔട്ട്ലൈൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ടാഗ് വാല്യൂസ് നമുക്ക് JUnit റണ്ണറിനകത്ത് മെൻഷൻ ചെയ്യാൻ പറ്റും, അതുപോലെ പാരലൽ റണ്ണറിനകത്ത് മെൻഷൻ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ കമാൻഡ് ലൈനിൽ കൂടെ ഈ ഒരു കമാൻഡ് പാസ് ചെയ്ത് ടാഗ് വൈസ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. പാരലൽ റണ്ണർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ടാഗ് മെൻഷൻ ചെയ്യാം. ഒപ്പം മൾട്ടിപ്പിൾ റോസ് ഓഫ് ഡാറ്റ ഒരു എക്സാമ്പിൾ സെക്ഷനകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും സാധിക്കും. ഞാൻ ഇന്ന് ഡെമോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്ന JUnit റണ്ണർ ആയിരിക്കും. നിങ്ങൾക്ക് JUnit റണ്ണർ ചെയ്ത് കഴിഞ്ഞാൽ പാരലൽ റണ്ണർ വെച്ചും ഇതേ കൺസെപ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ എക്ലിപ്സ് IDE ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കരാട്ടെ API ടെസ്റ്റ് എന്ന പ്രൊജക്റ്റിനുള്ളിൽ com.test എന്ന പാക്കേജിനുള്ളിൽ ടാഗ്ഡ് സെനേരിയോ ഔട്ട്ലൈൻ ഡോട്ട് ഫീച്ചർ എന്നൊരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫീച്ചർ ഫയലിൻ്റെ പേര്. ഇതിലൊരു സെനേരിയോ ഔട്ട്ലൈൻ സെക്ഷൻ ഉണ്ട്. ഇതാണ് സെനേരിക്ക് കൊടുത്തിരിക്കുന്ന പേര്. ഈ സെനേരിയോ ഔട്ട്ലൈൻ സെക്ഷനകത്ത് 4 പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഉള്ളത്. URLന്റെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നു, key 1ന്റെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നു, key 2ന്റെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നു, റെസ്പോൺസ് വാല്യൂ പ്രിന്റ് ചെയ്യുന്നു. ഇങ്ങനെ 4 പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഈ സെനേരിയോ ഔട്ട്ലൈനകത്തുള്ളത്. ഇനി നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ സെനേരിയോ ഔട്ട്ലൈനകത്ത് 3 എക്സാമ്പിൾ സെക്ഷൻ ഉണ്ട്. ആദ്യത്തെ എക്സാമ്പിൾ സെക്ഷൻ @region = US എന്ന് പറഞ്ഞ് ടാഗ് ചെയ്തിരിക്കുകയാണ്. രണ്ടാമത്തെ എക്സാമ്പിൾ സെക്ഷൻ @region = GB എന്ന് പറഞ്ഞ് ടാഗ് ചെയ്തിരിക്കുകയാണ്. മൂന്നാമത്തെ എക്സാമ്പിൾ സെക്ഷൻ @region = all എന്ന് പറഞ്ഞ് ടാഗ് ചെയ്തിരിക്കുകയാണ്. എക്സാമ്പിൾ സെക്ഷനകത്ത് ഉള്ള കോളം ഹെഡേഴ്സ് സെയിം ആണ്. URL, key 1, key 2, റെസ്പോൺസ് വാല്യൂ. ഇതിൽ ഫസ്റ്റ് എക്സാമ്പിൾ സെക്ഷനകത്ത് URLന്റെ വാല്യൂ ഇതാണ്. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം US എന്നുള്ള ഒരു വേർഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെക്കൻഡ് എക്സാമ്പിൾ സെക്ഷനകത്ത് URLന്റെ വാല്യൂ നോക്കിയാൽ കാണാം ഇവിടെ GB എന്നുള്ള ആ വേർഡ് കൊടുത്തിട്ടുണ്ട്. തേർഡ് എക്സാമ്പിൾ സെക്ഷനകത്ത് നമ്മൾ റീജിയൻ US-ലും GB-ലും മെൻഷൻ ചെയ്തിരിക്കുന്ന 2 കാര്യങ്ങളും 2 റോ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ റിയൽ ടൈമിൽ നമ്മൾ API ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് റീജിയൻസിനകത്ത് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പേലോഡ് പാസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് റെസ്പോൺസ് ആയിരിക്കും. അപ്പോൾ റിയൽ ടൈമിൽ നമുക്ക് ടാഗ് യൂസ് ചെയ്ത് ഏത് പർട്ടിക്കുലർ എൻഡ് പോയിന്റ് ആണോ യൂസ് ചെയ്യേണ്ടത്, ഏത് പർട്ടിക്കുലർ പേലോഡാണോ യൂസ് ചെയ്യേണ്ടത്, ഏത് പർട്ടിക്കുലർ റെസ്പോൺസ് ആണോ യൂസ് ചെയ്യേണ്ടത്, അതനുസരിച്ച് ടാഗ് യൂസ് ചെയ്ത് നമുക്ക് പിക്ക് ചെയ്ത് ടെസ്റ്റ് കേസസ് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് US എന്ന ലൊക്കേഷനിലെ ഡാറ്റ വെച്ച് അല്ലെങ്കിൽ ആ URL വെച്ച് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടാഗ് യൂസ് ചെയ്ത് JUnit റണ്ണറോ പാരലൽ റണ്ണറോ അല്ലെങ്കിൽ കമാൻഡ് ലൈൻ എക്സിക്യൂഷനോടെ യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇനിയിപ്പം @region = GB എന്നുള്ള ടാഗാണ് യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ ടാഗ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് റൺ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 ടാഗ്സ് USഉം GB-യും, അതായത് ഈ 2 റീജിയനിലെയും API റിക്വസ്റ്റ് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 2 ടാഗ്സും JUnit റണ്ണറിലോ പാരലൽ റണ്ണറിലോ കോമ ഇട്ട് കൊടുത്ത് റൺ ചെയ്യിക്കാൻ സാധിക്കും. ഇനി ഇതെല്ലാം എല്ലാ ലൊക്കേഷനുകളും ഒരുമിച്ച് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് @region = all എന്ന് പറഞ്ഞ് ഈ ഒരു ടാഗ് യൂസ് ചെയ്ത് റൺ ചെയ്യാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് ഈ 2 സെറ്റ് ഓഫ് ഡാറ്റ ഒരുമിച്ച് റൺ ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ ഇവിടെ 2 ലൊക്കേഷനെ കൊടുത്തിട്ടുള്ളൂ. ഇങ്ങനെ നിങ്ങൾ റിയൽ ടൈം ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒത്തിരി റീജിയൻസ് വരും. അങ്ങനെയുള്ള കേസുകളിൽ റീജിയൻ വൈസ് നിങ്ങൾ ടാഗ് ചെയ്യുക. അതോടൊപ്പം തന്നെ @region = all എന്ന് പറഞ്ഞ് അതിൻ്റെ അകത്ത് ബാക്കി എല്ലാ റീജിയൻസും കൂടി ഇൻക്ലൂഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ റീജിയൻ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ടാഗ് യൂസ് ചെയ്ത് ചെക്ക് ചെയ്യുക. ഇനി എല്ലാം ഒരുമിച്ച് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ @region = all എന്നുള്ള ടാഗ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഒരു 8 റോസ് ഉണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് അസ്യൂം ചെയ്യുക. അപ്പോൾ 8 റോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പാരലൽ റണ്ണർ യൂസ് ചെയ്യാം. അവിടെ ത്രെഡ് കൗണ്ട് 8 കൊടുത്തു കഴിഞ്ഞാൽ ഓരോ റോ ഓഫ് ഡേറ്റയും സെപ്പറേറ്റ് ത്രെഡ് റൺ ചെയ്ത് നമുക്ക് എക്സിക്യൂഷൻ ടൈം കുറയ്ക്കാനും സാധിക്കും. ഇനി നമുക്കിതിൻ്റെ
എക്സിക്യൂഷൻ സൈഡിലേക്ക് പോവാം. ഞാൻ സാമ്പിൾ ടെസ്റ്റ് ഡോട്ട് ജാവ എന്നുള്ള ഫയൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കരേറ്റെ ടെസ്റ്റ് ആക്സ് എന്നുള്ള ഈ JUnit മെത്തേഡ് ആണ് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫയലിൻ്റെ പേര് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ടാഗ്സ് എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്. ഇവിടെ ഞാൻ റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടാഗിൻ്റെ നെയിം പാസ് ചെയ്തിട്ടുണ്ട്. @region = use എന്നുള്ള ടാഗ്. അപ്പോൾ ആ ടാഗ് പാസ് ചെയ്യുമ്പോൾ ഈ സെനാരിയോ ഔട്ട്ലൈനിലേക്ക് ഡേറ്റ വരാൻ പോകുന്ന ഈ എക്സാമ്പിൾ സെക്ഷനിൽ നിന്നാണ്. അപ്പോൾ URLൻ്റെ വാല്യൂ ഇവിടെ വരും. ഈ URLൻ്റെ വാല്യൂ ആയിരിക്കും ഇവിടെ വരാൻ വേണ്ടി പോകുന്നത്. അതുപോലെ വാല്യൂ 1 എന്നുള്ള വാല്യൂ ആയിരിക്കും key 1-നും, വാല്യൂ 2 എന്നുള്ള വാല്യൂ ആയിരിക്കും key 2-നും കിട്ടാൻ പോകുന്നത്. അതുപോലെ എക്സ്പെക്റ്റഡ് റെസ്പോൺസ് എന്നുള്ള വാല്യൂ റെസ്പോൺസ് വാല്യൂയിലേക്ക് സ്റ്റോർ ആവും. ഇനി നമുക്ക് ഈ JUnit റണ്ണർ റൺ ചെയ്ത് നോക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് JUnit ടെസ്റ്റ്. എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി. നമുക്ക് ഈ റിപ്പോർട്ട് ഒന്ന് ബ്രൗസർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിത് എക്സ്പാൻഡ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം പ്രിൻറ്റ് URL വാല്യൂ ഈസ് URL എന്നുള്ള ആ ലൈൻ എക്സ്പാൻഡ് ചെയ്തപ്പോൾ URLൻ്റെ വാല്യൂവിനകത്ത് നിങ്ങൾക്ക് ആ US എന്നുള്ള ആ വേർഡ് വന്നിരിക്കുന്നത് കാണാം. ഇനി ഞാൻ റീജിയൻ മാറ്റുവാണ്. @region = use എന്നുള്ള മാറ്റി @region = GB എന്നുള്ളത് ഞാൻ കൊടുക്കുവാണ്. അപ്പോൾ അതനുസരിച്ച് URLൻ്റെ വാല്യൂ ഡേറ്റാസിൻ്റെ വാല്യൂ മാറും. ഇവിടെ URLൻ്റെ വാല്യൂ ഒഴിച്ച് ബാക്കി എല്ലാ വാല്യൂസും സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കേസിൽ എങ്ങനെയാണോ ഡേറ്റാസ് പാസ് ചെയ്യേണ്ടത്, അത് നിങ്ങൾ എക്സ്പെക്റ്റഡ് റെസ്പോൺസ് എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ അവിടെ ഡേറ്റാസ് കൊടുത്താൽ മതി. ഇതൊരു ഡെമോ പർപ്പസിന് വേണ്ടി കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഞാൻ ടാഗ് നെയിം മാറ്റി ഫയൽ സേവ് ചെയ്യുന്നു. വീണ്ടും റൺ ആസ് JUnit ടെസ്റ്റ്. ഇത്തവണ URLൻ്റെ വാല്യൂ മാറണം. നമുക്കത് വെരിഫൈ ചെയ്യാം. റിപ്പോർട്ട് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ആ ടാഗ് @region = GB എന്നുള്ളത് വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ URLൻ്റെ വാല്യൂ നോക്കിയാൽ കാണാം request.gb എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് 2 റീജിയനും കൂടെ ഒരുമിച്ച് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും പോസിബിൾ ആണ്. കോമ ഇടുക, അതിനുശേഷം 2 റീജിയനും കൂടെ ഇവിടെ മെൻഷൻ ചെയ്യാം. അതിനുശേഷം റൺ ചെയ്യാം. റൺ ആസ് JUnit ടെസ്റ്റ്. റിപ്പോർട്ട് റിഫ്രഷ് ചെയ്യാം. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 2 റീജിയൻ കൂടെ ഒരുമിച്ച് വരുന്നത്. ഇനി എല്ലാ റീജിയനും കൂടെ ഒരുമിച്ച് മെൻഷൻ ചെയ്തിരിക്കുക region = all എന്നുള്ളത് നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് JUnit ടെസ്റ്റ്. റിപ്പോർട്ട് റിഫ്രഷ് ചെയ്യാം. 2 റീജിയനും ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം ഇവിടെ ടാഗിൻ്റെ വാല്യൂ മാറിയിരിക്കുന്നതാണ്. region = all എന്നുള്ളത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് റൺ ചെയ്യാൻ സാധിക്കും. അപ്പം മൾട്ടിപ്പിൾ ലൊക്കേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, മൾട്ടിപ്പിൾ റീജിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് ഒരുമിച്ച് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ടാഗ് യൂസ് ചെയ്യുക. അതിലെല്ലാ ലൊക്കേഷനിലെയും ഡേറ്റാസ് URL എല്ലാം കൂടെ മെൻഷൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് പാല റണ്ണർ യൂസ് ചെയ്ത് എത്ര ലൊക്കേഷൻ ഉണ്ടോ അതനുസരിച്ച് ത്രെഡ് കൗണ്ട് സെറ്റ് ചെയ്ത് പാലായിട്ട് റൺ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇത് കമാൻഡ് ലൈനിൽ കൂടെ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു കമാൻഡ് യൂസ് ചെയ്താൽ മതി. അവിടെ നമുക്ക് ടാഗ് പാസ് ചെയ്യാം. പിന്നെ നമ്മൾ റണ്ണർ ഫയൽ കൂടെ മെൻഷൻ ചെയ്യണം. ആ റണ്ണർ ഫയലിനകത്താണ് നമ്മൾ റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫീച്ചർ ഫയലിൻ്റെ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ആർഗ്യുമെൻ്റ് ആയിട്ട് ടെസ്റ്റ് = ആ റണ്ണർ ക്ലാസിൻ്റെ പേര് കൂടെ പാസ് ചെയ്യണം. പാല റണ്ണറാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പാല റണ്ണറിൻ്റെ പേര് ഇവിടെ റീപ്ലേസ് ചെയ്യണം. ഞാൻ ഈ പ്രൊജക്റ്റ് ഓൾറെഡി കമാൻഡ് ലൈൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കമാൻഡ് ഞാൻ പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ ഞാൻ ടാഗായ @region = GB എന്നുള്ളതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാനിത് എക്സിക്യൂട്ട് ചെയ്യുവാണ്. നിങ്ങൾക്ക് കാണാം ആ ടാഗ് ഇവിടെ പാസ്സായിരിക്കുന്ന സെനാരിയോസ് 1 past 1. ഇനി നമുക്ക് റിപ്പോർട്ട് റിഫ്രഷ് ചെയ്യാം. റിപ്പോർട്ട് റിഫ്രഷ് ചെയ്യുമ്പോൾ region = GB എന്നുള്ള ടാഗ് ഇവിടെ വന്നിരിക്കുന്നതാണ്. അതുപോലെ ആ വാല്യൂ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ്
ടാഗ്ഡ് സെനാരിയോ ഔട്ട്ലൈന് കരേട്ടയിൽ യൂസ് ചെയ്യുന്നത്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. നിങ്ങൾക്ക് റിയൽ ടൈം API ടെസ്റ്റ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് റീജിയൻസ് ഉണ്ട്. ഓരോ റീജിയൻസും സെപ്പറേറ്റ് പേലോഡാണ്, എക്സ്പെക്റ്റഡ് റെസ്പോൺസ് ഡിഫറെൻ്റ് ആണ്. അങ്ങനെയുള്ള കേസുകളിൽ മൾട്ടിപ്പിൾ എക്സാമ്പിൾ സെക്ഷൻസ് സെനാരിയോ ഔട്ട്ലൈനകത്ത് മെൻഷൻ ചെയ്തിട്ട് അതിനെ ടാഗ് ചെയ്യാം റീജിയൻ വൈസ്. ഇപ്പോൾ എല്ലാ റീജിയനും ഒരുമിച്ച് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റ് റേറ്റ് റീജിയൻ ഈക്വൽ ടു ഓൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് ടാഗിന് കൊടുക്കാം. ആ ടാഗ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം ടെസ്റ്റ് കേസുകൾ എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.